ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയോ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് സിനിമകൾ കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത രണ്ട് സിനിമകളുടെ വിശേഷങ്ങളുമായിട്ടാണ്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് സുമതി വളവാണ്. അപ്പോൾ സുമതി വളവിൻ്റെ കഥ എന്താണെന്ന് നോക്കിയാൽ ആ സുമതി വളവിനെ സുമതി വളവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം, തിരുവനന്തപുരത്തുള്ള സുമതി വളവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഹൊറർ, അതായത് മിസ്റ്ററി, അത് ബേസ് ചെയ്തിട്ട് എടുത്തൊരു എന്താ പറയുക ഒരു സാങ്കല്പിക കഥയാണ് സുമതി വളവ് എന്ന് പറഞ്ഞ സിനിമ. ഒരു സുമതി വളവും അതിനോടനുബന്ധിച്ചിട്ട് ആ നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒരു പ്രണയവും ഒക്കെ പറഞ്ഞു വരുന്ന ഒരു സിനിമയാണ് സുമതി വളവ് എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ മാളികപ്പുറം ടീമിന്റെ സിനിമയാണ്. വിഷ്ണു ശശിശങ്കറാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അഭിലാഷ് പിള്ളയുടെ രചനയിലാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഒരു ഹൊറർ കോമഡി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അർജു അശോകൻ, ഗോകുൽ സുരേഷ്, സൈജു കുറുപ്പ്, ബാലു വർഗീസ്, മാളവിക മനോജ്, ശിവദ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ സിനിമ ഫസ്റ്റ് ഹാഫ് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇൻട്രോൽ ബ്ലോക്കൊക്കെ കിഡിലായിരുന്നു. ആദ്യ പകുതി വളരെ മികച്ച രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. കോമഡിൻ്റെ പേടിക്കാനുള്ള സംഭവങ്ങൾ, വലിയ പേടിച്ച് കണ്ണുപൊത്തി കളിക്കാനുള്ള അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ അവർ ചെയ്തു വെച്ച സംഭവങ്ങൾ കിഡിലായി ചെയ്തിട്ടുള്ളതാണ്. അവർ എന്താ പറയുക, ആ ഒരു ഹൊറർ എലമെന്റ് കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഇൻട്രോൽ ബ്ലോക്കൊക്കെ ഉണ്ട്, കിഡില ഇൻട്രോൽ ബ്ലോക്കൊക്കെ ആയിരുന്നു. അതിനുശേഷം ഇന്റർവെൽ അത് കഴിഞ്ഞ് അടുത്ത നമ്മൾ വലിയൊരു സംഭവം പ്രതീക്ഷിച്ചിരിക്കും. പക്ഷെ നമുക്ക് ഇന്റർവെല്ലിന് ശേഷം സെക്കൻഡ് ഹാഫ് തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേറൊരു സ്റ്റോറി എന്നുള്ള രീതിയിൽ വേറൊരു പ്രണയം കൊണ്ടുപോവുകയാണ് സെക്കൻഡ് ഹാഫിൽ. പിന്നെ ഇതിനെക്കുറിച്ചുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല, സുമതി വളവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പിന്നെ പറഞ്ഞില്ല. പിന്നെ ലാസ്റ്റിലൊക്കെ വരുന്നുണ്ട്. എന്നാലും ഫസ്റ്റ് ഹാഫ് സൂപ്പറായിട്ട് ഗ്രാഫ് മുകളോട്ട് പോയി. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ ഇങ്ങനെ ഡൗൺ ആയി പോയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിൽ അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഹൊറർ എലമെന്റ്സ് കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ശിവതയുടെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു സംഭവമുണ്ട് ഇൻട്രോലിൽ, ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീയുടെ ഒരു രക്ഷയില്ല, കിഡിലായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെടാത്ത ഒരു സംഭവം എന്നുള്ളത് അതിൽ മോഹൻലാൽ മുകേഷിന്റെ മകൻ ഇതിലൊരു വില്ലവേഷം ചെയ്തിട്ടുണ്ട്. ശ്രാവൺ ഒരു മിസ്കാസ്റ്റ് ആയിരുന്നു എന്ന് പറയാം. ഡയലോഗ്സ് ഒക്കെ എന്തൊക്കെയാ പറഞ്ഞത് ഒരു മനസ്സിലാവുന്നില്ല സംഭവം. പഠിച്ചു പറയുന്നത് പോലെ, ഒരു പഞ്ചില്ലാത്ത പോലെ ആ ഒരു വേഷം വേറൊരാൾ വില്ലവേഷമാണ്, നല്ലൊരു വില്ലൻ കഥാപാത്രമാണ്. അത് വേറൊരാളായിരുന്നു ചെയ്തിരുന്നെങ്കിൽ കിടിലാവുമായിരുന്നു എനിക്ക് തോന്നി. പിന്നെ രണ്ടാമതൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത സംഭവം എന്താണെന്ന് വെച്ചാൽ പാട്ടുകളായിരുന്നു. നല്ല പാട്ടുകളുണ്ട്, റൊമാൻറ്റിക് സോങ് ഒക്കെ ഉണ്ട്. പക്ഷെ അടിപൊളി പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഡബ് ചെയ്ത സിനിമകളിലെ പാട്ടുകളിൽ അതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. മൂന്നാമത്തെ ഒരു പോരായ്മ എന്നുള്ളത് ഇതിൻ്റെ ലെങ്ത് ആയിരുന്നു. ലെങ്ത് മാത്രമല്ല, സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. ആകെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു തവണ കണ്ടുനോക്കാവുന്ന എല്ലാ സംഭവം, തിയേറ്റർ എക്സ്പീരിയൻസുള്ള എല്ലാ സംഭവം സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ്. കണ്ടുനോക്കാവുന്ന ഒരു സിനിമയാണ് സുമതി വളവ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. പക്ഷെ നമ്മൾ പ്രതീക്ഷ അത്രയും അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സിനിമയാണെന്ന് നോക്കിയാൽ കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത സാഹസം എന്ന് പറഞ്ഞ സിനിമയാണ്. ബിപിൻ കൃഷ്ണ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ്. ഒരു ആക്ഷൻ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഈ സിനിമ എന്നുള്ളത്. റംസാന്, നരേന്, ബാബു ആന്റണി, ഗൗരി ജി കിഷൻ, അജു വർഗീസ് ആകെ ചെറിയൊരു വേഷമുള്ളൂ, ഒരു 2-3 മിനിറ്റുള്ള വേഷമുള്ളൂ. പിന്നെ ബൈജു സന്തോഷ് എന്നിവരൊക്കെയാണ്, ശബരീഷ് വർമ്മ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റൊമാൻസ് ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന കുറച്ച് സംഭവങ്ങളാണ്. ക്രിപ്റ്റോ കറൻസി, മുംബൈയിലുള്ള ഒരു അണ്ടർവേൾഡ് സംഭവം കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. സ്മഗ്ലിങ്ങിലൂടെ ഉണ്ടാക്കിയ കുറച്ച് പണം, ഒരു 100 കോടിക്ക് കൂടുതൽ മൂല്യം വരുന്ന ഒരു പണം ഒരാളുടെ വിക്ടർ എന്ന് പറഞ്ഞ ഒരാളെടുത്തുനിന്നും തട്ടിപ്പറിക്കുക പറഞ്ഞാൽ അവരെ ചതിച്ചുകൊണ്ടൊരു പണം കൈക്കലാക്കുകയാണ്. ഈ പണം ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിക്കുക. ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ പാസ്വേഡ് മതി. ആ പാസ്വേഡ് കൊണ്ട് എവിടെ പോയി ആ പാസ്വേഡ് ഉണ്ടെങ്കിലും അവർക്ക് ആ പൈസ നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു പാസ്വേഡ് ഉണ്ടാക്കിയ ആ പാസ്വേഡ് ഉണ്ടാക്കിയ ആള് അതേ സമയത്ത് മരിച്ചു പോവുകയാണ്. അതിനുശേഷം ഇതും കൊണ്ടുവച്ച് നമ്മുടെ കൊച്ചിയിലെത്തുന്നതാണ് നമ്മുടെ വില്ലൻ കഥാപാത്രമല്ല, നമ്മുടെ ബാബു ആന്റണി ചെയ്യുന്ന കഥാപാത്രം റംസാൻ്റെ ഒക്കെ എടുത്തെത്തുകയാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ കൂട്ടിക്കുഴച്ചുകൊണ്ടുള്ള ഒരു അവിയൽ പരിവാണ് ഈ സിനിമ എന്നുള്ളത്. പണ്ടത്തെ പ്രിയദർശൻ മൂവീസൊക്കെ ഉണ്ടല്ലോ, ഒരു കുറേ കാര്യങ്ങൾ കൂട്ടി അവസാനം ക്ലൈമാക്സ് എല്ലാവരും കൂടി ഒത്തുകൂടി ഒരു സടപട അടിപിടിയൊക്കെ ആയിട്ടുള്ള സംഭവം, അതേപോലെയാണ് ഈ സിനിമ എന്നുള്ളത്. ഈ സിനിമയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സിനിമയുടെ ലേഗാണ്. ഒരു 1.25 മണിക്കൂറോട് തീർക്കേണ്ട ഒരു സിനിമ 2.5 മണിക്കൂർ ഈ സിനിമ
കൊണ്ടുപോയി എന്നുള്ളതാണ്. പിന്നെ പെർഫോമൻസുകളൊക്കെ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ചിരിക്കാനുള്ള സംഭവം ഉണ്ടോ എന്ന് വെച്ചാൽ ചിരിക്കാനുള്ള സംഭവങ്ങൾ ഉണ്ട്, പക്ഷെ എന്നാലും എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ തോന്നി. പിന്നെ മ്യൂസിക് സൂപ്പറായിരുന്നു. ഓരോ ആൾക്കാരും കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കിഡിലായിരുന്നു. തിയേറ്ററിൽ നിന്ന് പട്ടപ്പിക്കുന്ന സംഭവമായിരുന്നു ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ. പിന്നെ പാട്ടുകളും അടിപൊളിയായിരുന്നു. പിന്നെ അതിലുള്ള പാട്ടാണല്ലോ മറ്റേ ഏത് മൂഡ് ആ ഒരു പാട്ട്. എല്ലാവരും പിന്നെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ഈ ടെക്നിക്കൽ സൈഡുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ലാഗായിരുന്നു. ഒരു 1.25 മണിക്കൂറോട് തീർക്കേണ്ട സിനിമ 2.5 മണിക്കൂർ വരെ വലിപ്പിച്ച് നീട്ടി കൊണ്ടുപോയി എന്നുള്ളതാണ് സാഹസം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ, അത്രയേ ഉള്ളൂ. കോമഡി ഉണ്ട്, പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സിനിമയ്ക്ക് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സാഹസം തിയേറ്ററിൽ പോയി കണ്ടുപോകുക. കണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ സുമതി വളവിൻ്റെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.